വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപിനും നെതന്യാഹുവിനുമെതിരെ ഇറാൻ ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഫത്വ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ടു ബി ഫ്രാങ്ക്, എന്താണ് ഈ ഫത്വ എന്നുള്ളത്. അതെനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം ദയവ് ചെയ്ത്. ഈ ഇന്ത്യയില് പല മുസ്ലിം മതമൗലികവാദ സംഘടനകളും ഫത്വ പുറപ്പെടുവിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഈ ഫത്വ പുറപ്പെടുവിക്കുമ്പോൾ അതിന് വലിയ വിലയൊന്നും നമ്മൾ ഇന്ത്യക്കാർ കൊടുക്കാറില്ല. ഇപ്പം AR റഹ്മാനെതിരെ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പല സംഗീത ആ, കലാരൂപങ്ങൾക്കെതിരെ ഇത് ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പല സംഘടനകൾക്കെതിരെ ഇവർ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഫത്വ പുറപ്പെടുവിക്കുക എന്ന് കേൾക്കും. പക്ഷെ പല മുസ്ലിം രാജ്യങ്ങളിലും ഈ ഫത്വ എന്ന് പറയുന്നത് തല പോകുന്ന കേസാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് അറിയില്ല ഇപ്പോഴും എന്താണ് ഈ ഫത്വ എന്നുള്ളത്. ഈ ഫത്വ ഈ നെതന്യാഹുവിനെതിരെയും ആം, ഡൊണാൾഡ് ട്രംപിനെതിരെയും ഇവർ പുറപ്പെടുവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ലോക മുസ്ലിം മതമൗലികവാദം പേറുന്ന രാജ്യങ്ങൾക്കും അത് തലയിലുള്ള ആൾക്കാർക്കും ഒരു ഒരു ഉണർവ് കിട്ടി. അതാണ് കറക്റ്റ് വേർഡ്. ഒരു വലിയൊരു വല്ലാത്തൊരു ഉണർവ് കിട്ടി. ഫത്വ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞ ഒരു ഉണർവ് വന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നെതർലാൻഡില് ഒരു പ്രോ പാലസ്തീൻ ഒരു ഒരു പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ട്. അത് വലിയ പ്രതിഷേധ പ്രകടനമാണ്. നമ്മൾ നോക്കുമ്പം ഒരു കൂട്ടം പർദ്ദയിട്ട സ്ത്രീകൾ ഇങ്ങനെ നടന്ന് നീങ്ങുന്നത് നമുക്കിങ്ങനെ കാണാനായിട്ട് വലിയ വിഷ്വലാണ്. നമ്മൾ ന്യൂസ് ഞാൻ മലയാളത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ കാണാം. പക്ഷെ അത് നെതർലാൻഡ്സിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. കാരണം ഇപ്പോ ഈ യൂറോപ്പിൽ എവിടെ ഇതുപോലുള്ള പ്രതിഷേധം ചെറിയ തോതിൽ നടന്നാൽ പോലും അത് വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭയം വന്നിട്ടുണ്ട് എവിടെയെങ്കിലും. ഈ യൂറോപ്പ് ചുടുകാടാവുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. കാരണം അനുഭവിക്കണം അവന്മാര്. അവന്മാരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കിടിലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്മാർ ഇരിക്കുന്നത്. അപ്പോ അത് നശിച്ച് നാറാണക്കല്ലെടുക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ UK ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പിരിച്ചു വെച്ചിട്ട് അവന്മാര് പോയപ്പോ അവന്മാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ട് മതങ്ങൾ തമ്മിൽ അടിച്ച് എന്നേക്കുമായിട്ട് ഒരു കോൺഫ്ലിക്ട് ഉണ്ടായി ഈ രാജ്യങ്ങൾ ഒരിക്കലും വികസിക്കാതെ കിടക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവർ ചെയ്തു വെക്കുമ്പോൾ അതിന്റെ അലയൊലികൾ അതിനെക്കാട്ടിലും വേഗത്തിൽ അവിടെ പടരുന്നു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നില്ലേ? ആ ഒരു സന്തോഷമാണ്, ഒരു മാനുഷികമായിട്ടുള്ള ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ വന്നിട്ടുണ്ട്. ഇതും പോരാഞ്ഞിട്ട് വേറൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, അത് ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെടുത്താത്ത ഒരു റിപ്പോർട്ടാണ് കേട്ടോ. ഈ മുസ്ലിം മത മൗലികവാദ വിഷയങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് പറയുകയാണ്. ഈ ബംഗ്ലാദേശില് ഈ കോമില്ല ജില്ലയിലെ മുറാദ് നഗറിലെ രാമചന്ദ്രപൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ അവിടെയുള്ളൊരു 21 വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ അവിടെ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിലെ ഒരു രാഷ്ട്രീയ നേതാവ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇന്നലെ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയത് ബംഗ്ലാദേശില് ഇതിനായിരുന്നു, അവിടെ ദുർഗാക്ഷേത്രം തകർത്തതിനായിരുന്നു. ഇന്ന് അവർ തെരുവിലിറങ്ങുന്നത് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് നഗ്ന ചിത്രങ്ങൾ ഈ ഇന്റർനെറ്റിൽ പടർത്തി ഹിന്ദു കമ്മ്യൂണിറ്റിയെ സമ്പൂർണ്ണമായി അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങുന്നത്. അപ്പം ഒരു ഭാഗത്ത് ഫത്വ, ആ ഫത്വയുടെ ചുവട് പിടിച്ച് ഊർജം ഉൾക്കൊണ്ട് ഇവർ തെരുവിലിറങ്ങുന്നു നെതർലാൻഡ്സ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഒരു ഭാഗത്ത് എന്താണ്, സ്വന്തം നിലനിൽപ്പിനായിട്ട് ഒരു ന്യൂനപക്ഷം തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച. എങ്ങനെ കാണുന്നു ഇതിനെയൊക്കെ? ധനുഷ് പറഞ്ഞ കണക്ക് ഈ ഫത്വ എന്ന് പറയുന്നത് അത്ര ചെറിയൊരു സാധനമല്ല. നമ്മുടെ രാജ്യത്തും ഇത് പുറപ്പെടുവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളത് കാര്യമാക്കാറില്ല. പക്ഷെ ആ സമുദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ സംബന്ധിച്ച് നമ്മൾ ട്രോളും. പക്ഷെ അങ്ങനെയല്ല, അതിന് എഫക്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലും. അതായത് ആ സമുദായത്തിനകത്ത് അതിന് എഫക്റ്റ് ഉണ്ട്. നമ്മൾ പണ്ട് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, ഊരുവിലക്കി, ഇല്ലെങ്കിൽ ആ കല്യാണ വീട്ടിലേക്ക് പോകാൻ അനുവാദമില്ല എന്നൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ഇതിന് നമ്മളിവിടെ പറയുന്നത് ആ കമ്മിറ്റി എടുത്ത തീരുമാനം എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിന് ഒരു പണ്ഡിതൻ നൽകുന്ന ഒരു ഉത്തരവാണ് ഫത്വ എന്ന് പറയുന്നത്. പക്ഷെ ലീഗലായിട്ടല്ല, ഒരു രാജ്യത്തിന്റെ ലീഗലി അല്ല, അത് ആ സംഘടനയ്ക്ക്, അത് വിവിധ വിഭാഗങ്ങളുണ്ട്. അതിപ്പം മുസ്ലിം മതവിഭാഗങ്ങളിൽ മാത്രമല്ല, ആദിവാസി വിഭാഗങ്ങളിലുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളിലും ഉണ്ട്. അതിന് ഫത്വ എന്നല്ല പറയുന്നത്, ഊരുവിലക്ക്, അങ്ങനെ പല പല പേരുകളിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. അതൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും ഇറാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കണ്ട യുദ്ധമല്ല, വളരെ വൈഡായിട്ട് ലോകമെമ്പാടും ഇറാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപ് 1989 സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ദി സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ആ ബുക്കിന്റെ വിവാദപരമായി കഴിഞ്ഞപ്പോൾ അന്ന് 1989 അയത്തുള്ള ഖൊമേനി ഒരു ഫത്വ ഇറക്കി. അദ്ദേഹം അതായത് ഇറാനിയൻ നിയമം, അല്ല മത നിയമം നടപ്പാക്കണമെന്നാണ് പറയുന്നത്. ഇതിലും അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം, ഇന്നലെ എന്ന് ഞാൻ പറയുന്നത് അതിന് മുൻപ് വന്നതാണ്,
ആ വന്ന ഫത്വ ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം, എന്താണ് അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇറാനിലെ ഒരു ഷിയ പുരോഹിതനാണ്, ആയത്തുള്ള മക്രോം ഷിറാസി എന്ന് പറയും. അതായത് നമുക്കറിയാം ഇറാൻ ഏത് രാജ്യമാണ് എന്നുള്ളത്. ഇതിനകത്ത് ഷിയായ സുന്നിയൊന്നും ഇല്ല ഇങ്ങനെയുള്ള കാര്യം. അതിലവർ പറയുന്നത് ആഗോള മുസ്ലിങ്ങൾക്കാണ് ഈ ഫത്വ നിർദ്ദേശങ്ങൾ. ട്രംപിനും നെതന്യാഹുവിനും ദൈവത്തിന്റെ ശത്രുക്കളാണ്. അവർ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ്. ഇറാനിയൻ നിയമപ്രകാരം, മുസ്ലിം നിയമപ്രകാരം ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് ഉള്ളത്. അതായത് വധശിക്ഷ, അംഗഭംഗം വരുത്തുക, ഇതൊക്കെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇത് തന്നെയായിരുന്നു സൽമാൻ റുഷ്ദിയുടെ കാര്യത്തിൽ. അന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടന്ന കലാപങ്ങളും സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ നമ്മൾ നിരോധിച്ചില്ലേ ആ ബുക്ക്? എല്ലാവരും നിരോധിച്ചില്ലേ? ഇവിടെ ബുക്ക് സ്റ്റാളുകളെല്ലാം തല്ലിത്തകർക്കുകയും ആ ഒരു കലാപം പിന്നീട് വർഗീയ കലാപമായി പലയിടത്തും മാറുകയും ചെയ്തിരുന്നു. അത് 1989 കഥയാണ്. ഇന്നിപ്പം അത്രയും ഒരു കലാപം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം മോദിയും അമിത്ഷായൊക്കെ ഇരിക്കുന്നിടത്തോളം കലാപം പോയിട്ട് എന്ന് പറയാൻ അവർ അനുവദിക്കത്തില്ല. അപ്പൊ അത് നടക്കത്തില്ല. അതിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം, അത് നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു ഈ കേരള മാധ്യമങ്ങൾ കൊടുത്തത്. വേറെ ഒരു മാധ്യമങ്ങളിൽ ഞാനത് കണ്ടില്ല. ആ സമയത്ത് ഞാൻ കൊടുത്ത സമയത്ത് അത്രയ്ക്ക് ഭയമാണ് ഇവർക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനോ ഇതിനെക്കുറിച്ച് എന്താണ് ഇത് ഈ സൽമാൻ റുഷ്ദിയെ കുറിച്ച് സംസാരിക്കാനോ ഒക്കെ. അപ്പോ ആ പുസ്തകം എഴുതിയ ഈ സൽമാൻ റുഷ്ദിയെ 2-3 വട്ടം ഈ ഇറാൻ കൊലപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തി വിദേശ രാജ്യങ്ങളിൽ വെച്ച്. 2014 ശേഷം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഡൽഹിയിൽ ആ പുസ്തകം തിരിച്ചു വന്നു. ആ പുസ്തകം ഇപ്പോൾ അവിടെ വിൽക്കുന്നുണ്ട്. ഇപ്പൊ ബിജുചേട്ടൻ പറഞ്ഞില്ലേ കലാപം എന്നത് പോയിട്ട് എന്ന് പറയാനുള്ള ഇത് എന്നല്ല. ആ പുസ്തകം തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സർക്കാർ അത് ഡയറക്റ്റ് സെയിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ സെയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൽമാൻ റുഷ്ദിക്ക് ഒന്നും പറ്റിയില്ലെന്നല്ല, അദ്ദേഹത്തിന്റെ ഒരു കണ്ണുപോയില്ലേ? കണ്ണുപോയി അദ്ദേഹം ഒളിവ് ജീവിതം തന്നെയാണ് നയിക്കുന്നത്. കാരണം എത്ര കോടി രൂപയാണ് ഇയാളെ കൊല്ലുന്നവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴീ ട്രംപിനും നെതന്യാഹുവിനും ഒന്നും സംഭവിക്കില്ല. അവർക്കെതിരെയാണ് ഫത്വ എങ്കിലും അവരോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ എംബസികളാകാം, അവരുടെ സ്ഥാപനങ്ങളാകാം, ഇല്ലെങ്കിൽ ഇതിപ്പോ നമുക്കറിയാം ഒന്ന് ജൂതമതമാണ്, ഒന്ന് ക്രൈസ്തവ മതമാണ്. ഇനി ഇതിനെ അനുബന്ധിച്ചിട്ട് മതമൗലികവാദ സംഘടനകൾക്ക് ടേൺ ചെയ്തിട്ട് അത് ഹിന്ദുവിലേക്കും തിരിയാം. ബംഗ്ലാദേശിൽ ഒരു പുതിയ ഉത്തേജനം ഇനി ഉണ്ടാകും. കാരണം ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ സംഘർഷങ്ങൾക്ക് ഈ ഫത്വ, അതായത് അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുന്നത് ഓർഡറാണ്. ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾ പോരിന് പോയേ പറ്റൂ, കാരണം ദൈവത്തിനെതിരെയാണ് ഇവർ നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കെതിരെ നിൽക്കുന്നവരെല്ലാം നമ്മൾ ആ നിയമം നടപ്പാക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ സാധനമില്ല. പക്ഷെ ഇന്ത്യയിൽ എന്തുകൊണ്ട് അത് പ്രാക്ടിക്കൽ ആകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഭൂരിപക്ഷമുള്ള ഒരു രാജ്യവുമല്ല. ഇത്തരം കാര്യങ്ങൾ ഇപ്പം മുസ്ലിം സമുദായം എന്നല്ല, ഹിന്ദു സമുദായം എന്നല്ല, ഇനി ഒരു സമുദായം ഇത്തരം ഭക്തോടെ ഇറങ്ങിക്കഴിഞ്ഞാലും വലിയ ഒരു കാര്യമായി നമ്മൾ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് നടക്കാൻ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ നെതർലൻഡ്സിൽ നടന്നതുപോലെയുള്ള ഈ പാലസ്തീൻ ഐക്യദാർഢ്യ ത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പല രാജ്യങ്ങളിലും ശക്തിപ്പെടും. ഇന്ത്യയിൽ മാത്രമാണ് അത് നടക്കാതെ പോയത്. പേരിന് കോഴിക്കോട് മറ്റോ നടക്കുകയുണ്ടായി. അത് ജമാഅത്ത് ഫണ്ട് എങ്ങുമില്ല, ലോകത്തെങ്ങും സൗദിയിൽ നടക്കുന്നില്ല, ഗൾഫ് കൺട്രീസിൽ ഇല്ല. കാരണം അവിടെ നിന്നൊക്കെ ഉള്ള ഫണ്ട് തലവെട്ടി എടുക്കുന്നത് മാത്രമല്ല, ആ രാജ്യങ്ങളിൽ പണി നടത്തി കഴിഞ്ഞ് ഈ ഫണ്ട് വരത്തില്ല. അവിടെയൊക്കെ ഉള്ള ബിസിനസ്സുകാരും വലിയ വലിയ ആളുകളുമാണ് ഇവന്മാർക്ക് ഈ ഫണ്ടും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പൊ അവിടെ പോയി ചൊറിഞ്ഞാൽ ഈ ഫണ്ട് കിട്ടത്തില്ല. ഇന്ത്യയിലാണെങ്കിൽ കാലവാരി നിലത്തടിക്കും. അപ്പൊ പിന്നെ ഇന്ത്യ നടക്കും, കേരളത്തിൽ നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നടന്നിരിക്കുന്നത്. പക്ഷെ എന്താ പറയുക, കേരളത്തിൽ നിന്ന് മാത്രമല്ല, നടന്നു, മധ്യപ്രദേശിൽ നടന്നു, യു പി നടന്നതേ ഉള്ളൂ. നടന്ന് അധികം തീർന്നില്ല, നടപ്പ് തുടങ്ങിയപ്പോൾ തന്നെ പൊക്കിക്കൊണ്ടുപോയി. അപ്പം ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എല്ലായിടത്തും ഇനി ഇത് പ്രക്ഷോഭം ശക്തിപ്പെടും. ഇതിന്റെ ഭാഗമായിട്ട് തീവ്രവാദികൾ പല എംബസികൾക്ക് നേരെയും പല സ്ഥാപനങ്ങൾക്ക് നേരെയും, ഇപ്പൊ മക്ഡൊണാൾഡിന്റെ ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. അത്തരം കാരണം ഇവരുടെ കയ്യിൽ ഒരു വിദേശ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമി ഒരു ലിസ്റ്റ് പുറത്തിറക്കിയില്ലേ, എന്താണ് സാധനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം, എല്ലാത്തിലും മതം തിരിയുന്നവരാ. ഇന്നലെ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിൽ ഒരു ഡോക്ടറിന് പഠിക്കുന്ന വിദ്യാർത്ഥി ഇരുന്നിട്ട് മതം പറയുന്നു എന്ന് പറയുമ്പോൾ, അതായത് സൂംബ ഡാൻസ് മതവുമായി എങ്ങനെയാണ് അദ്ദേഹം കൂട്ടിക്കലർത്തിയത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ളിടത്തേക്കാണ് ഈ ഒരു ഫത്വ വരുന്നത്. നമ്മുടെ രാജ്യത്തും ഇത് ഹിന്ദു ചില നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ ഫത്വ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മുടെ രാജ്യത്ത് അത്രയും ഒരു വില നമ്മൾ ആരെയും കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഇത് വലിയ സംഭവമാകുകയും ലോകത്തെമ്പാടും
അതാണ് ഞാൻ നേരത്തെ ഉം. പറഞ്ഞത്. ഇറാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു ഫത്വയുടെ പേരിൽ തന്നെയാണ്. കാരണം അവർക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞു ചെയ്യാനായിട്ട്. അപ്പൊ ഇനി യെസ്. പലയിടത്തും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഭയക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ബംഗ്ലാദേശിൽ അടക്കം നടക്കും. യൂറോപ്യൻ കൺട്രീസിൽ വലിയ രീതിയിൽ തന്നെ പലയിടത്തും പൊട്ടിത്തെറിക്കോ കത്തിക്കുത്തോ വണ്ടി ഇടിച്ചു കയറ്റുകയോ നടക്കും. ഇനി മുതൽ നടക്കാൻ പോകുന്നു പാലസ്തീനെ മുൻനിർത്തിക്കൊണ്ട് പാലസ്തീന് ഐക്യദാർഢ്യമായിട്ട് ഉള്ള പ്രതിഷേധങ്ങളായിരിക്കും ഇനി യൂറോപ്യൻ കൺട്രീസിലൊക്കെ നടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്കത് പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതല്ല, അതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്, അജണ്ടയുണ്ട്. അതൊരു കലാപം സൃഷ്ടിക്കുന്നതിന്റെ ഒരു മുന്നൊരുക്കം മാത്രമാണ്, അല്ലെങ്കിൽ കലാപം സൃഷ്ടിക്കുന്നതിന്റെ ഒരു മറ മാത്രമാണ് ആ സംഭവം മുൻപോട്ട് പോകുന്നത്. നമ്മൾ കണ്ടതാണ് UK-യിൽ 1.5 അവരുടെ ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റിയും വലിയ ചാരസംഘടനയും ഒക്കെ ഉള്ള M16 എന്നാണെന്ന് തോന്നുന്നു അവരുടെ ചാരസംഘടനയുടെ പേര്. അപ്പം അത്രയും ശക്തമായ ഇടത്ത് കലാപം നിയന്ത്രിക്കാൻ അവർക്ക് 2 ആഴ്ച വേണ്ടി വന്നു. കലാപമുണ്ടായി നൂറുകണക്കിന് സ്ഥാപനങ്ങളിലെ അഗ്നിക്കിരയായത്. അപ്പൊ അതൊക്കെ ഇനി സാധ്യതകൾ കൂടുതലാണ്. വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോകപ്പെടാം, അല്ലെങ്കിൽ ഇടിച്ചു കയറ്റപ്പെടാം. ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അതാണ് ഈ ഫത്വയുടെ ഏറ്റവും വലിയ ഒരു ഒരു പ്രാധാന്യം നമ്മൾ കാണേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് മുമ്പ് വന്നൊരു ഫത്വയുടെ അലയലുകൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പലയിടത്തും ഉണ്ട്. കാരണം സൽമാൻ റുഷ്ദി ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്. അതായത് അദ്ദേഹം മരിച്ചാൽ പോലും ആ വേട്ടയാടൽ തീരില്ല. കാരണം ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കലില്ലല്ലോ. ഇതാണ് ഇതിനകത്ത് വ്യക്തമായി തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിക നിയമത്തിനെതിരായ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ് ട്രംപും. എന്തായാലും ട്രംപിനെയും നെതന്യാഹുവിനെയും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന ആരായിരിക്കും? സാധാരണപ്പെട്ടവരായിരിക്കും. ക്രൈസ്തവര്, ജൂതര്, ഈ പറയുന്ന ഹിന്ദുക്കള് ഒക്കെ തന്നെ ആയിരിക്കും. കാരണം ഇത് മതമൗലികവാദ സംഘടനകൾക്കും ഒപ്പം തന്നെ ഭീകര സംഘടനകൾക്കും കൊടുക്കുന്ന ഒരു ഉത്തരവാണിത്. ആ രീതിയിൽ തന്നെ കാണണം. താങ്ക് യു ബിജു ചേട്ടാ. താങ്ക് യു സോ മച്ച്.